ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നിശേഷഹരണം ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ഇന്ന് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 എൻ്റെ സ്ക്രീനിൽ നൽകാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. പാർട്ട് 1ൻ്റെ തുടർച്ചയായിട്ടാണ് പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 6 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ 6 കൊണ്ടും നിശേഷം ഹരിക്കാം. 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന റൂൾസുകൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന റൂൾസുകൾ: അവസാന അക്കം 0 അവസാന അക്കം ഇരട്ട സംഖ്യയോ ആയാൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 18 അത് ഒരു ഇരട്ട സംഖ്യയാണ്. 36 ഒരു ഇരട്ട സംഖ്യയാണ്. 720 അവസാന അക്കം 0 ആയതിനാൽ ഈ സംഖ്യകളെയെല്ലാം 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അക്കങ്ങളുടെ തുക 3 3ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 18. 1 + 8 9. അപ്പം 9 3ൻ്റെ ഒരു ഗുണിതമാണ്. 36 3 + 6 9. 9 3ൻ്റെ ഒരു ഗുണിതമാണ്. 720 7 + 2 + 0 സമം 9. അപ്പം 9 3ൻ്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യകളെയെല്ലാം 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ 6 കൊണ്ടും നിശേഷം ഹരിക്കാം. 7 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന 2 അക്ക സംഖ്യ 7ൻ്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 651. അവസാന അക്കം 1 1ൻ്റെ ഇരട്ടി 2 ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറക്കുക. അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറക്കുക. ബാക്കിയുള്ള സംഖ്യ 65. 65 കുറക്കണം 2 സമം 63. 63 7ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 651നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 8 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ അവസാന 3 അക്കം 0 8ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 8000. അവസാന 3 അക്കം 0. 6128 128 8ൻ്റെ ഒരു ഗുണിതമാണ്. ആയതിനാൽ ഈ സംഖ്യകളെയെല്ലാം 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 9 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 9ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഉദാഹരണം 64125. ഇതിൻ്റെ അക്കങ്ങളുടെ തുക 6 × 4 × 1 × 2 × 5 സമം 18. അക്കങ്ങളുടെ തുക 18. 18 എന്നത് 9ൻ്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് 64125നെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 10 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ അവസാന അക്കം 0 ആയാൽ ആ സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 700 450. അവസാന അക്കങ്ങൾ 0. അതുകൊണ്ട് ഈ സംഖ്യകളെയെല്ലാം 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 11 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ ഒന്നിടവിട്ട് വരുന്ന അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0 11ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 6,84,794. ഈ സംഖ്യയിൽ ഒന്നിടവിട്ട് വരുന്ന സംഖ്യകളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0 11ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. 6 × 4 × 9 സമം 19. 8 × 7 × 4 സമം 19. 19 കുറക്കണം 19 സമം 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 ആയതിനാൽ ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. നിങ്ങൾ മറ്റൊരു സംഖ്യ എടുത്തിട്ട് ചെയ്ത് നോക്കുക. തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0 11ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ പാർട്ട് 1 എൻ്റെ സ്ക്രീനിൽ നൽകാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.